ഊണ് കഴിക്കുന്നില്ലേ ശ്രീകുട്ടി? ഇന്ന് ഒരുപാട് വൈകിയല്ലോ. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതെ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശ്രീകുട്ടിയുടെ ബാലത്തിരിക്കി. വിശപ്പ് തോന്നില്ല കുഞ്ഞേട്ടാ. ഇനിയിപ്പോൾ മക്കള് വന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കാം. വിശപ്പ് തോന്നിയില്ലെങ്കിലും ഇത്തിരി എന്തെങ്കിലും കഴിച്ചോളൂ ശ്രീ നിനക്ക്. കുറച്ചു മുൻപ് ഞാൻ ജ്യൂസും പിന്നെ ഉണ്ണി കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്ന കട്ട്ലേറ്റും കഴിച്ചു. ഇനിയിപ്പോൾ അമ്മയും അമ്മായും കൂടെ നല്ല ചക്ക കുമ്പിളുണ്ടാക്കുന്നുണ്ട്. ഞാനേ ചായയുടെ കൂടെ അത് കഴിച്ചോളാം. ഈ കുഞ്ഞിച്ചക്കന് അതൊക്കെ ഭയങ്കര കൊതിയാണെന്നേ കള്ളച്ചിരിയോടെ ശ്രീകുട്ടി പറഞ്ഞു. ആണോടെ കൊച്ചെറുക്ക, നിനക്കിതൊക്കെ കഴിക്കാൻ കൊതിയാണെന്ന് നിന്റെ അമ്മ പറയുന്നത് സത്യാണോ? അവൾ പറഞ്ഞു കേട്ട് ചിരിയോടെ അവളുടെ വീർത്ത വയറിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ബാലു. ആണെന്ന് സമ്മതിക്കും പോലെ കുഞ്ഞിച്ചക്കൻ ഒന്നനങ്ങി. ആ അനക്കം കയ്യിൽ തട്ടി അറിയുമ്പോൾ സന്തോഷം കൊണ്ട് ബാലുവിന്റെ ചുണ്ടുകൾ മനോഹരമായി വിടർന്നു പോയി. എൻ്റെ പെണ്ണുങ്ങളുടെ എക്സാം കഴിയും വരെ പുറത്തേക്ക് വന്നേക്കരുത് ചക്ക. എൻ്റെ പിള്ളേരാണ് നിന്നെ ആദ്യം കൈ നീട്ടി വാങ്ങേണ്ടത്. ബാലുവിൻ്റെ തോളിൽ ചാഞ്ഞ് സോപാന പടിയിലിരുന്ന് വയറിൽ ഒന്ന് താലോടിക്കൊണ്ട് ശ്രീ പറഞ്ഞു. കൊച്ചുങ്ങളുടെ പരീക്ഷ വരാൻ ഇനിയും 1 മാസത്തോളം ഉണ്ട് ശ്രീകുട്ടി. പ്രസവത്തിനിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അവൾക്ക് കുടിക്കാൻ കരിക്കൻ വെള്ളവും കൊണ്ടുവന്ന് വിലാസിനെ തിരക്കി. അത് ശരിയാ, പക്ഷെ പ്രസവ ദിവസം അവധിയെങ്കിലും ആവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ പിള്ളേർ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞ് വരുമ്പോൾ കൂടെ ഉണ്ടാവണമെന്ന്. ആ ചുട്ടി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും എന്നാൽ അമ്മൂറ്റിയുടെ ഉള്ളിൽ ഒതുക്കി വെച്ചതുമായ ആ ആഗ്രഹം ഓർത്ത് ശ്രീ പറഞ്ഞു. അങ്ങനെയൊന്നും നീ വിചാരിക്കേണ്ട ശ്രീ. കുഞ്ഞുങ്ങൾക്ക് അറിയില്ല കാര്യങ്ങളുടെ സീരിയസ്നെസ്. അതുകൊണ്ട് അവരങ്ങനെ പല ആഗ്രഹങ്ങളും പറയും. വയ്യൊക്കെ എന്തേലും തോന്നിയാൽ മിണ്ടാതെ ഇരിക്കരുത്, ഞങ്ങളോട് പറയണം. എത്രയും പെട്ടെന്ന് ഡെലിവറി ഒന്ന് കഴിഞ്ഞ് നിന്നെയും കുഞ്ഞിനെയും കുഴപ്പമൊന്നും കൂടാതെ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. അതാണിപ്പോൾ എൻ്റെ പ്രാർത്ഥന. ആ നിമിഷവും മനസ്സിൽ നിറഞ്ഞ പ്രാർത്ഥനയുടെ ബാലു പറഞ്ഞു. ഒരാഴ്ച കൂടെ പ്രത്യേകതകളൊന്നുമില്ലാതെ കടന്നുപോയി. ആകെയുള്ള വിശേഷം വിച്ചൻ ട്രെയിനിങ്ങിനായി പോയതായിരുന്നു. പിന്നൊരു ശനിയാഴ്ച രാവിലെ മുതൽ ശ്രീകുട്ടിക്ക് ചെറിയൊരു നടുവേദന ഉണ്ടായിരുന്നു. ആദ്യം അത് കാര്യമാക്കിയില്ലെങ്കിലും ഉച്ച കഴിഞ്ഞതോടെ അത് കൂടുകയും അവളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പരിശോധനയിൽ ലേബർ പെയിൻ ആണെന്ന് മനസ്സിലായതോടെ നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഡോക്ടർ. ശ്രീമയുടെ മക്കൾ അച്ഛയുടെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. ശ്രീമ പോയിട്ട് ചെക്കനെ വേഗം ഇങ്ങ് കൊണ്ടുവരും. അന്നേരം എന്താ ഈ 4 കുഞ്ഞു കൈകൾ ചേർത്ത് വെച്ച് വേണം നിങ്ങൾ അനിയൻ ചെക്കനെ വാങ്ങിക്കാൻ. രണ്ടാളെയും കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് ശ്രീകുട്ടി പറയുമ്പോൾ വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കുഞ്ഞിനൊപ്പം ഞങ്ങൾ അമ്മയും വേഗം ഇങ്ങ് വരണം. ഞങ്ങൾക്ക് അമ്മയില്ലാതെ വേറെ ആരുമില്ല. അമ്മമാരുടെ കരച്ചിലും അച്ഛയുടെ വാടിയ മുഖവും വേദന കൊണ്ടുള്ള ശ്രീകുട്ടിയുടെ അസ്വസ്ഥതകളും കാണേ എന്തെന്ന് അറിയാത്തൊരു പേരുടെ അവളെ കെട്ടിപ്പിണർന്ന് വിങ്ങിക്കരഞ്ഞിട്ട് അമ്മൂട്ടി പറഞ്ഞു. എൻ്റെ കുഞ്ഞെ, അമ്മ വേഗം വരും. നിങ്ങളെ കൊച്ചെറുക്കനെയും കൊണ്ട് മക്കള് കരതെ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. അതുവരെയും ശ്രീയമ്മ എന്ന് വിളിച്ചിരുന്ന മക്കൾ അവിടെ വായിന്ന് ഒരിക്കലെങ്കിലും അമ്മ എന്നിട്ട് വിളിച്ചു കേൾക്കാൻ കൊതിച്ചിരുന്ന ശ്രീകുട്ടി അവൾ മനസ്സുകൊണ്ട് പെറ്റി വളർത്തിയ ആ മക്കൾ പേറ്റുന്നോ പറയും മുൻപ് അമ്മയെന്ന് വിളിച്ചത് കേട്ട അതേ സന്തോഷത്തിൽ മക്കളെ രണ്ടിനെയും തെരുതെരെ മുത്തി കണ്ണുനീരിലും ചീരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ വരെയും എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ കുഞ്ഞേട്ടാ. അടുത്ത് നിന്നവൻ്റെ കൈ പിടിച്ച് മുത്തിക്കൊണ്ട് നിറം വീഴോടെ ശ്രീകുട്ടി പറഞ്ഞു. വേഗം വേണം, നീ നമ്മുടെ കുഞ്ഞിച്ചക്കനും ഞങ്ങളവിടെ കാത്തിരിക്കാം. ലേബർ റൂമിൻ്റെ വാതിൽക്കൽ വെച്ച് അവളെ ചേർത്ത് പിടിച്ച് നിറക്കിൽ മുകർന്നുകൊണ്ട് നനപൂർണ്ണം മിഴികളോടെ ബാലു പറഞ്ഞു. തിരിഞ്ഞു നോക്കി ആ ഒരുവൾ അങ്ങ് മറയുമ്പോഴും ആ അച്ഛനും മക്കളും അവിടെ തന്നെ നിന്നും. കൊച്ചിറകനെ പുറത്തെടുത്താൽ ഉടനെ ശ്രീമയും ബാബയും ഇങ്ങ് വരുമോ? അമ്മൂട്ടി ചേച്ചി, എനിക്ക് ശ്രീമയെ കാണാൻ തോന്നാം. നമുക്കിനി എപ്പോഴും ചേച്ചി നേരത്തെ വിളിച്ചതുപോലെ ശ്രീമേനെ അമ്മയെന്ന് വിളിച്ചാൽ മതിയേ. കസേരയിൽ ചാരി കണ്ണ് കളിച്ചിരിക്കുന്ന ബാലുവിനെയും അടുത്തായി കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന അമ്മമാരും അവരെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന രേഖയും ഒക്കെ നോക്കിയിട്ട് ഒച്ച താഴ്ത്തി വിതുമ്പിക്കൊണ്ട് അച്ചൂട്ടി പറഞ്ഞു. അമ്മ വേഗം വരും, കരയിൽ അച്ചൂട്ടി. അനിയത്തിയുടെ മുഖമൊക്കെ തുടച്ചു കൊടുത്തിട്ട് അമ്മൂട്ടി പറഞ്ഞു. അച്ഛമ്മയും അമ്മമ്മയും കരയുന്നത് കണ്ടപ്പോൾ എനിക്കും കരച്ചിൽ വന്നതാണ്. കാര്യമൊന്നും അറിയില്ലെങ്കിലും അച്ചുട്ടി കരയുന്നത് കാണി അമ്മൂട്ടിക്ക് സങ്കടം വന്നു പോയി. മക്കളിങ്ങനെ വിഷമിക്കലേ, ശ്രീമ പറഞ്ഞിട്ടല്ലേ പോയത്. ഇപ്പൊ കുഞ്ഞിച്ചക്കനെയും കൊണ്ട് ശ്രീമ ഇങ്ങ് വരും. മക്കളെ രണ്ടാളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബാലു പറഞ്ഞു. ശ്രീമയല്ല, ഇനി ഞങ്ങള് അമ്മ എന്നാണ് വിളിക്കാം, അല്ലേ അമ്മൂട്ടി ചേച്ചി? കണ്ണൊക്കെന്ന് കൂടെ തുടച്ചുകൊണ്ട് അച്ചുട്ടി പറഞ്ഞു. ആ അച്ഛനെയും മക്കളെയും നോക്കിയിരിക്കെ രാഗിണിയുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞത് സന്തോഷം കൊണ്ട് മാത്രമായിരുന്നു. ഒരിക്കലും ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ച് തന്റെ മകൾക്ക് അവൾ പ്രാണനെ പോലെ സ്നേഹിച്ചവനെ തന്നെ കിട്ടി. അവൾ നൊന്ത് പ്രസവിച്ചതല്ലെങ്കിലും വല്ലാതെ സ്നേഹിക്കുന്ന ആ മക്കളെയും കിട്ടി. ഇപ്പം 3ാമതൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുമ്പോഴും അമ്മയ്ക്ക് വേണ്ടി കണ്ണു നിറയ്ക്കുന്ന ഈ മക്കൾ അവളുടെ ഭാഗ്യമാണ്. ആ മക്കൾക്കും അച്ഛനും അപ്പം ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം എന്നും അവൾക്കുണ്ടാവട്ടെ. അവർ നെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചു. ശ്രീപ്രയുടെ ആളുകൾ 3-4 മണിക്കൂറുകൾക്ക് ശേഷം ലേബർ റൂമിൻ്റെ വാതിൽ തുറന്നൊരു നേഴ്സ് തല മാത്രം പുറത്തേക്കിട്ട് തിരക്കി. ഞങ്ങളാണ്, ഞങ്ങളുടെ അമ്മയാണ്.
പറഞ്ഞുകൊണ്ട് ബാലുവിനൊപ്പം മക്കളും രണ്ടും കൂടെ കാറ്റുപോലെ പാഞ്ഞ് അവർക്ക് മുന്നിലെത്തി. എൻ്റെ അമ്മയോടെ എന്നെ കൂടെ അകത്തേക്ക് കൊണ്ടുപോവോ? എനിക്ക് അമ്മയെ കാണണം. അച്ഛൻ്റെയും ചേച്ചിയുടെയും കൈവിട്ട് ഓടി വന്ന് അവരോട് അച്ചൂട്ടി ചോദിച്ചു. ആദ്യം നിങ്ങളെ അനിയൻകുട്ടനെ പിടിച്ചു. ചേച്ചിമാരുടെ കയ്യിൽ തന്നെ തരണമെന്നാണ് അമ്മ പറഞ്ഞത്. അമ്മയെ കുറിച്ച് കഴിഞ്ഞ് റൂമിൽ കൊണ്ടുവരുമ്പോൾ കാണാം കേട്ടോ. ആദ്യം വന്ന് നേഴ്സിന് പിന്നാലെ കുഞ്ഞുമായി വന്ന ഡോക്ടർ കുഞ്ഞിച്ചെറുക്കനെ 2 ചേച്ചിമാരുടെയും കൂടെ കൈകളിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു. ആ 2 ജോഡി കുഞ്ഞു കൈകൾക്ക് ബലമേകാൻ അച്ഛൻ്റെ കരുതുറ്റ കൈകളും കൂടി ചേർന്നു. ശ്രീപ്രിയെ ബാലുമോനെ താങ്ങി പിടിച്ചുകൊണ്ട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, 2-3 മണിക്കൂർ കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും. എല്ലാവരും കണ്ട ശേഷം കുഞ്ഞിനെ ഇങ്ങ് കൊടുത്തേക്കണേ. ശ്രീപ്രിയയ്ക്കൊപ്പം റൂമിലേക്ക് കൊണ്ടുവരും കേട്ടോ. മക്കളുടെ കവളിൽ തൊട്ട് ഒരു ചീരിയോടെ പറഞ്ഞിട്ടാണ് ഡോക്ടർ പോയത്. അച്ഛേ നോക്കച്ചേ, എന്തോരം കുഞ്ഞാണ് നമ്മുടെ കുഞ്ഞ്. എന്നാ അയ്യോ, എനിക്ക് ചെക്കനെ ഉമ്മ വയ്ക്കാൻ തോന്നും അച്ഛേ. അച്ചൂട്ടി സന്തോഷം കൊണ്ടെന്ന് മതി മറന്നുപോയി. അവർക്ക് ചുറ്റിനുമായി കുഞ്ഞിച്ചെക്കനെ കാണാൻ അമ്മമാരും ലേഖയും കൂടി വട്ടം കൂടി. കുഞ്ഞിനെ അച്ചിയെടുക്കാം, എന്നിട്ട് എൻ്റെ അച്ചൂട്ടിക്ക് ഉമ്മ വയ്ക്കാം കേട്ടോ. വിടർന്ന കണ്ണുകളോടെ കുഞ്ഞിനെ നോക്കി നിൽക്കുന്ന മക്കളെ കാണാൻ ബാലു പറഞ്ഞു. അച്ചൂട്ടിയെ പോലെ തന്നെയുണ്ട് അല്ലെ രാഗിണി? കുഞ്ഞിനെ കാണാൻ ബാലുവിൻ്റെ കയ്യിൽ പതുങ്ങിയിരിക്കുന്ന കുഞ്ഞിച്ചക്കൻ്റെ കവിളിൽ വിരൽ കൊണ്ടുവന്ന് തൊട്ട് വിലാസിനെ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ അതിലും സന്തോഷത്തോടെ രാഗിണി തലയാട്ടി. കണ്ണും മൂക്കും നിറവും ഒക്കെ അതേപോലെ തന്നെ ലേഖയും പറഞ്ഞു. വാവെ കണ്ടിട്ടും മതിയാകുന്നില്ല അച്ഛേ, ഇപ്പൊ കൊടുത്തു വിടേണ്ടി വരുമോ? ബാലുവിന് തോൾ ചാഞ്ഞു കിടന്ന മോൻ്റെ കാൽവിൽ തൊട്ടുകൊണ്ട് അമ്മൂട്ടി മെല്ലെ ചോദിച്ചു. കുഞ്ഞിനെ വിശക്കില്ലേ മോളെ? അകത്തേക്ക് കൊണ്ടുപോയാ അല്ലേ പാല് കുടിക്കാൻ പറ്റൂ? അകത്തേക്ക് കൊടുത്താൽ അമ്മയുടെ കൂടെ വാവയും കൊണ്ടുവരും അമ്മൂട്ടി ചേച്ചി. ഈ തവണ അമ്മൂട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയത് അച്ചൂട്ടിയായിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞതും അമ്മയും കുഞ്ഞിനെയും റൂമിലേക്ക് കൊണ്ടുവന്നു. വാടിത്തളർന്ന് കിടക്കുന്ന സ്ത്രീയെ കാണേ മക്കളുടെ കണ്ണ് നിറഞ്ഞു. അവളുടെ ആവശ്യത കണ്ട് രണ്ടാളും നിറഞ്ഞ കണ്ണുകളുടെ ഒരു സൈഡിൽ മാറി നിന്ന് നോക്കി. ഇങ്ങ് വാ, അമ്മയുടെ അടുത്ത് വന്ന് ഈ രണ്ടാളും. മാറി നിൽക്കുന്ന മക്കളെ കാണാൻ നെഞ്ചൊന്ന് പിടഞ്ഞു പോയ ശ്രീകുട്ടി വലത് കൈ അവർക്ക് നേരെ നീട്ടി വിളിച്ചു. എന്തിനാ അവിടെ പോയി നിന്നേ? ഇവിടെ ഇവൻ്റെയും എൻ്റെയും അടുത്തല്ലേ നിങ്ങൾ വേണ്ടത്? അവരെ അടുത്ത് പിടിച്ചിരുത്തി തലയിൽ തഴുകിക്കൊണ്ട് അവൾ ചോദിച്ചു. അമ്മയുടെ വീട്ടിൽ ആരും ഇരിക്കാൻ പാടില്ലെന്നല്ലേ ആ നേഴ്സ് ആൻറ്റി പറഞ്ഞേ? അതുകൊണ്ടാ ഈ ചേച്ചി എന്നെ ഇങ്ങോട്ട് വിടാതെ പിടിച്ചു നിർത്തിയത്. അച്ചൂട്ടി കാര്യമായി പറയുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ രണ്ടും പൂട്ടി സുഖമായി അമ്മ ചുടിൽ മയങ്ങുന്ന കുഞ്ഞിച്ചക്കനിലായിരുന്നു. 3 ദിവസം കഴിഞ്ഞിറ ശ്രീകുട്ടിയെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു. ശ്രീയുടെ വീട്ടിലേക്കാണ് അവരെ കൊണ്ടുവന്നത്. വിലാസിനെയും ബാലുവും മക്കളും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. രാത്രി അച്ഛനും മക്കളും കിടക്കാൻ മാത്രമേ വീട്ടിലേക്ക് പോകാറുള്ളൂ. വീട്ടിൽ വന്നത് മുതൽ സ്കൂളിലുള്ള ടീച്ചർമാർ, രാഗിണിയുടെ ബന്ധുക്കൾ, വിലാസിനിയുടെ ആളുകൾ ഉൾപ്പെടെ എപ്പോഴും വീട്ടിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ചേച്ചി കുഞ്ഞിച്ചക്കനെ കൂടുതൽ നേരം ചേച്ചി പെണ്ണുങ്ങൾക്ക് കിട്ടാതെയായി. ഇതിനിടയിൽ അമ്മൂട്ടിക്കും അച്ചൂട്ടിക്കും എക്സാം കൂടെ തുടങ്ങിയതോടെ ചെക്കനൊപ്പം ഇരിക്കാൻ ഒട്ടും സമയമില്ലാതെയായി. അതിനാൽ രണ്ടാൾക്കും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും എക്സാം കഴിഞ്ഞാൽ ചെക്കൻ്റെ പേര് വിളിക്കായി. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അവനൊപ്പം ഇരിക്കാമല്ലോ എന്ന് ശ്രീകുട്ടി പറഞ്ഞ സമാധാന വാക്കിലാണ് രണ്ടാളും ഇപ്പം മടിയില്ലാതെ സ്കൂളിൽ പോകുന്നത് പോലും. മോളെ ശ്രീകുട്ടി, ദേ നിന്റെ ഏട്ടനും ഏട്ടത്തെയും വരുന്നുണ്ട്. മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ആരെന്ന് എത്തി നോക്കിയ വിലാസിനെ കയറി വരുന്നവരെ കണ്ട് പതിയെ ശ്രീകുട്ടിയോട് പറഞ്ഞു. ആര് വരുന്നെന്ന് ശ്രീക്ക് മനസ്സിലായില്ല. ആശ. ഒച്ച കുറിച്ച് വിലാസിനെ പറഞ്ഞതും ആശ മുറിക്കകത്തേക്ക് കയറി വന്നു. ഇങ്ങോട്ട് ഇരിക്കേട്ടത്തി. ബെഡിനടുത്ത് കിടക്കുന്ന കസേര കാണിച്ച് നേരത്തൊരു ചിരിയോടെ ശ്രീ പറഞ്ഞു. ആശ നീട്ടിയൊന്ന് മോളിക്കൊണ്ട് കസേര നീക്കിയിട്ടിരുന്നു. പിള്ളേർ വന്നില്ലേ ആശയെ? എന്തേലും ചോദിക്കണമല്ലോ എന്നോർത്ത് കുഞ്ഞിൻ്റെ തുണി മടക്കി വെക്കുകയായിരുന്നു വിലാസിനെ തിരുക്കി. ഇല്ല. വിലാസിനോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു ആശ. ശ്രീകുട്ടി, ഞാൻ എന്നാ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. അവളെ നോക്കി പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുഞ്ഞോട് ശ്രീകുട്ടി. പുറത്തേക്കിറങ്ങിയ വിലാസിനിയോട് എന്തോ പറഞ്ഞിട്ട് മുറിക്കുള്ളിലേക്ക് കയറി വന്ന ശ്രീകുമാർ കുഞ്ഞിനെ കാണാനിട്ട് തിരക്കി. മോനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയതാണ് ഏട്ടാ. ചെറുചീരിയോടെ ശ്രീകുട്ടി പറഞ്ഞു. ആരെ കുളിപ്പിക്കുന്ന? അമ്മയാണോ അതോ ജോലിക്ക് ആരെങ്കിലും ഉണ്ടോ? വലിയ താല്പര്യമില്ലാതെ ആശ തിരക്കി. ഇവിടെ ഇപ്പോൾ ജോലിക്ക് പുറത്തുനിന്ന് ആളെയൊന്നും വേണ്ട ആശേ. ഞാനും അമ്മയും മാമിയുണ്ട്. പോരെങ്കിൽ ബാലുവും എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. എന്തിന്? ഈ കുഞ്ഞിച്ചക്കൻ്റെ കുഞ്ഞിത്തുണി എൻ്റെ 13 വയസ്സുള്ള അമ്മൂട്ടി പോലും നല്ല വൃത്തിക്ക് കഴുകി വരിക്കും. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ. കുഞ്ഞിനെ കുളിപ്പിച്ച് തുടച്ചുകൊണ്ടുവന്ന് ഉടുപ്പിടിപ്പിച്ച സ്ത്രീയുടെ അടുത്ത് കടത്തിക്കൊണ്ട് ലേഖ പറഞ്ഞു. ഓ, പറയും പോലെ ബാലുവിൻ്റെ മക്കൾ വലിയ കുട്ടികളായല്ലോ. അപ്പോൾ അവരും കൂടെയൊക്കെ ജോലികൾ ചെയ്യുമല്ലോ. ഞാനതൊന്നും ഓർത്തില്ല. അതുങ്ങളെ കൊണ്ട് അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ടല്ലേ? ഒരു പുറ്റച്ചീരിയുടെ ആശ പറഞ്ഞു. കുഞ്ഞേട്ടൻ്റെ മാത്രം മക്കളല്ല, അവർ എൻ്റെ കൂടെയാണ്. ഈ ബന്ധവും സ്നേഹവും ഒന്നും പറഞ്ഞാൽ ഏട്ടത്തേക്ക് മനസ്സിലാവില്ല. പിന്നെ എനിക്ക് കൂടുതലൊന്നും അതേക്കുറിച്ച് പറയാനുമില്ല. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ ഇരിക്കുന്നതാകും എല്ലാവർക്കും നല്ലത്. അമ്മ എവിടെ പോയി അടി? വന്നിട്ട് കണ്ടില്ലല്ലോ.
ശ്രീകുട്ടിക്ക് ദേഷ്യം വന്ന് തുടങ്ങിയെന്ന് മനസ്സിലായി ശ്രീകുമാർ ആശയ്ക്ക് മറ്റൊന്നും പറയാൻ അവസരം കൊടുക്കാതെ ആ വിഷയം മാറ്റാൻ എന്ന പോലെ തിരക്കി. അമ്മയ്ക്ക് കാലിന് മുട്ടിന് നല്ല വേദനയാന്ന് ഡോക്ടറെ കാണാൻ പോയതാണ്. ഒറ്റയ്ക്കോ? ശ്രീ പറഞ്ഞതും വല്ലായ്മയുടെ അയാൾ തിരക്കി. കുഞ്ഞേട്ടനാണ് കൊണ്ടുപോയത്, അല്ലാതെ അമ്മയെ ഞങ്ങൾ ഒറ്റയ്ക്ക് ആശുപത്രിയിൽ പറഞ്ഞു വിടില്ല. ചിണുങ്ങി തുടങ്ങിയ മോനെ തട്ടിക്കൊടുത്തിട്ട് ശ്രീകുട്ടി പറഞ്ഞു. മോന് പാല് കൊടുക്കും ശ്രീകുട്ടി, കുളിച്ചു കഴിഞ്ഞതല്ലേ, അവന് വിശക്കുന്നുണ്ടാകും, ഞങ്ങൾ പുറത്തുണ്ടാകും. ആശ ഒന്ന് നോക്കിയിട്ട് അനിയത്തിയോട് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ തന്നെ ശ്രീ ഒന്ന് പറയാൻ പറ്റാത്ത ദേഷ്യത്തിൽ ആശയും. നിങ്ങളത് എപ്പോ വന്നു? കയ്യിൽ മരുന്നിന്റെ കവറുമായി കയറി വന്ന രാഗിണിയും മകനെയും മരുമക്കളെയും കണ്ട് സന്തോഷത്തോടെ തിരുക്കി. ഇത്തിരി നേരം ആയതേ ഉള്ളൂ അമ്മേ. അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ വാങ്ങിയോ? അവിടെ കയറിയിരുന്ന കവറിലേക്ക് നോക്കി വിഷമത്തിൽ ശ്രീകുമാർ തിരക്കി. അതൊക്കെ വാങ്ങി, നിങ്ങളിരിക്കെ, ഞാനിത് അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് വരാം. അവൻ സ്കൂളിലേക്കല്ലേ മാമി പോയത്? കൊച്ചുങ്ങളെ വിളിക്കാൻ നേരായി. രാഗിണി രണ്ടാളോടും പറഞ്ഞിട്ട് അകത്തേക്ക് നിൽക്കുമ്പോൾ ശ്രീകുമാറിന് ആശയ്ക്കും കുടിക്കാനുള്ള ഓറഞ്ച് ജ്യൂസുമായി അങ്ങോട്ട് വന്ന് ലേഖ തിരക്കി. അവൻ പിള്ളേരെ വിളിക്കാൻ തന്നെയാണ് ലേഖ പോയത്. ശ്രീകുട്ടി കുറച്ചു മുൻപ് അവനെ വിളിച്ചിരുന്നു. മൂന്നാളെയും ഒന്നോടൊന്ന് നോക്കിയിട്ട് അവർ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. ആ, മാമി വന്നല്ലോ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. രാഗിണി മരുന്നും കൊണ്ട് വെച്ച് വേഷം മാറി വരുന്നേരം ജ്യൂസ് കുടിച്ച ഗ്ലാസും വാങ്ങി ലേഖ അടുക്കളയിലേക്ക് പോയി. വിച്ചൻ വിളിച്ചോടാ, കൊച്ചിന്റെ പേര് വിളിക്ക്, അവൻ വരില്ലേ? കൊച്ചുമകനെ കാണാനുള്ള ആഗ്രഹത്തിൽ രാഗിണി തിരക്കി. അവന് ലീവ് കിട്ടില്ലമ്മേ, അറിയാലോ, അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനല്ലേ ട്രെയിനിങ് സമയം ലീവ് അനുവദിക്കില്ല. ആശ എന്തേലും പറയും മുൻപ് രാഗിണിക്ക് വിഷമം തോന്നാത്ത വിധം അയാൾ പറഞ്ഞു. അമ്മമ്മേ, വാവ് ഉറങ്ങുവാണോ? പുറത്തുനിന്ന് ഓടി വന്ന അച്ചുട്ടി ഇത്തിരി ഉച്ചത്തിൽ തിരക്കി. ഇല്ലല്ലോ കുഞ്ഞിച്ചക്കൻ, പാല് കുടിച്ചു കിടക്കുക, മോൾ അങ്ങോട്ട് ചെല്ല്. അമ്മൂട്ടി എവിടെ? അച്ചുട്ടിയെ കണ്ടത് മാഷിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞത് മനസ്സിലായെങ്കിലും അത് കാര്യമാക്കാതെ രാഗിണി തിരക്കി. അമ്മൂട്ടി ചേച്ചി പിന്നാലെ വരുക, ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഓടി വന്നതാ. പറഞ്ഞിട്ടവൾ ആശയോ ശ്രീകുമാറിനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ ശ്രീക്കരികിലേക്ക് ഓടിപ്പോയി. അകത്താരയ്ക്ക് ഇരിക്കുന്നത് കണ്ട അമ്മൂട്ടി ഒരു പരിങ്ങളുടെ വാതിൽക്കൽ തന്നെ നിന്നു. അമ്മൂട്ടിയെ, പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു മോളെ? രാഗിണി അവളോട് തിരക്കി. നല്ലതായിരുന്നു അമ്മമ്മേ. ശ്രീകുമാറിനെ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആരാകും എന്നൊരു ഊഹം വെച്ച് മനസ്സിലായ അമ്മൂട്ടി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ചിരിയും നിൽപ്പും കാണേ അവളെ നോക്കി ചിരിക്കാതിരിക്കാൻ ശ്രീകുമാറിനായില്ല. എന്നാൽ നിമിഷം നേരെ കൊണ്ട് എന്തിനോ ആശയുടെ മുഖത്ത് വെറുപ്പം നിറഞ്ഞു. അത് അമ്മൂട്ടിക്ക് മനസ്സിലാവുകയും ചെയ്തു. മക്കളകത്തേക്ക് പൊയ്ക്കോ. അവളെ ആ വാടി മുഖം കാണി രാഗിണി പെട്ടെന്ന് പറഞ്ഞു. നേർത്തൊരു മൂളലോടെ അമ്മൂട്ടി അകത്തേക്ക് കയറിപ്പോയി. നല്ല മക്കളാണ്, ബുദ്ധിയും വിവരവും മറ്റുള്ളവരോട് സ്നേഹവും ഒക്കെയുള്ള നല്ല കുഞ്ഞുങ്ങളാണ് ശ്രീകുട്ട അവർ രണ്ടും. അയ്യോ അമ്മ, ഒരുപാടങ്ങ് പുകഴ്ത്തലേ. ആ ശ്യാമിയുടെ മക്കൾ തന്നെയല്ലേ നിങ്ങളീ പറഞ്ഞ മക്കൾ? കുറച്ചുകൂടെ കഴിയട്ടെ, അമ്മയുടെ തനിക്കുളം കാണിക്ക മക്കൾ. അന്നേരം ഇതൊന്നും മാറ്റി പറയതിരുന്നാ മതി. പതിഞ്ഞ ഒച്ചയിലാണെങ്കിലും വെറുപ്പ് തിങ്ങിയ ശബ്ദത്തിൽ ആശ പറഞ്ഞത് അടുക്കൾ നിന്ന അമ്മൂട്ടിയും അവൾക്കടുത്തുന്ന ലേഖയും കേട്ടു. ആ ആന്റി പറഞ്ഞതിൽ എന്താ അപ്പേ തെറ്റ്? ഞങ്ങളുടെ അമ്മ ചെയ്ത തെറ്റിന്റെ ഫലം ഈ ജന്മം മുഴുവൻ ഞങ്ങളെ പിന്തുടരും. ഇനിയിപ്പോ അതേക്കുറിച്ച് പറഞ്ഞും ചോദിച്ചുമൊക്കെ ഒച്ചയുണ്ടാക്കിയാൽ അച്ഛ അറിയും. അച്ഛയ്ക്കത് സങ്കടാവും. അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മളതിന് മറുപടി ഒന്നും പറയണ്ട. ദേഷ്യത്തിൽ സ്വയം എന്തോ പറഞ്ഞുകൊണ്ട് ആശയുടെ അടുത്തേക്ക് ഓടിയിറങ്ങാൻ പോയ ലേഖയെ തടഞ്ഞു പിടിച്ചുകൊണ്ട് നിറം വീഴയുടെ അമ്മൂട്ടി പറഞ്ഞു. അവളെ വാക്കുകൾ കേൾക്കെ ആ കുഞ്ഞിപ്പെണ്ണെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ കുഞ്ഞു മനസ്സ് നോവിച്ചതിന് ലേഖ മനസ്സൊരുക്കി ആശയെ പ്രാഗി. അമ്മയും അച്ഛനും കേൾക്കെ, ആശ അന്നി പറഞ്ഞ കാര്യങ്ങളൊന്നും പറയല്ലേ അപ്പേ, വെറുതെ വഴക്ക് എന്തിനാ? അതുമല്ല, അച്ഛയ്ക്കും അമ്മയ്ക്കും സങ്കടാവുകയും ചെയ്യും. കുഞ്ഞിച്ചക്കന്റെ തുണികൾ കഴുകാൻ ലേഖയെ സഹായിച്ചു നിൽക്കുമ്പോൾ അമ്മൂട്ടി വീണ്ടും പറഞ്ഞു. അവർ കേൾക്കെ പറയില്ല, പക്ഷെ ആശയ്ക്ക് ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട്. വേണ്ടപ്പേ, ആരും ഒന്നും പറയണ്ട. ഞങ്ങളെക്കുറിച്ച് അവരെന്തോ കരുതിക്കോട്ടെ, പറഞ്ഞോട്ടെ. അതൊക്കെ പറഞ്ഞു വലുതാക്കി വെറുതെ എന്തിനാ നമ്മുടെ സന്തോഷം കളയുന്നത്? പിന്നെ ഇതൊന്നും പറയുന്നവരുടെ കുറ്റമല്ല, ഞങ്ങളെ അമ്മ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ. അമ്മ പ്രസവിച്ച ഞങ്ങളുടെ ജന്മം മുഴുവനും ഇതുപോലെയൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളെന്നല്ല, ഇതുപോലെ ഓടിപ്പോകുന്ന അമ്മമാരുടെ മക്കൾ അനുഭവിക്കുന്ന നാണക്കേട് ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല. കുഞ്ഞിനെ തുണികൾ പിഴിഞ്ഞെടുത്ത് നന്നായി കുടഞ്ഞ് വിരിച്ചുണ്ട് അമ്മൂട്ടി ഹൃദയം നൊന്ന് പറഞ്ഞു. ആരെന്ത് പറഞ്ഞ കാര്യ അപ്പയും മോളും കൂടെ പറയുന്നത്? സ്ത്രീക്കുള്ളത് വേദവെള്ളത്തിൽ ഇടാനുള്ള അങ്ങാടി മരുന്നും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വന്ന വിലാസിനെ നോവടെ അമ്മൂട്ടി നോക്കി നിൽക്കുന്ന ലേഖ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു. വേറെ ആരെക്കുറിച്ചും അല്ല, ആശയുടെ ചില നേരത്തെ വർത്തമാനം എനിക്ക് തീരെ പിടിക്കുന്നില്ലെന്ന് അമ്മൂട്ടോട് പറഞ്ഞതാണ് ഞാൻ. ഒന്നും പറയില്ലെന്ന് പേരുടെ കണ്ണുകൊണ്ട് കഥകളി കാണിക്കുന്ന അമ്മൂട്ടിയെ നോക്കി കണ്ണൊന്ന് ചിമ്മിക്കൊണ്ട് രേഖ പറഞ്ഞു. അമ്മൂട്ടി ആവട്ടെ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് നിന്നു. നീ പോയിരുന്നു പഠിക്കാൻ മോട്ടി, ഇനിയുള്ളത് ഞാൻ വിരിച്ചിടാം. വിലാസിനിക്ക് പിന്നാലെ ഇറങ്ങി വന്ന രാഗിണി കുഞ്ഞിനെ തുണി വിരിക്കുന്ന അമ്മൂട്ടിയോട് പറഞ്ഞു. അമ്മമ്മയ്ക്ക് കാല് വയ്യാത്താലെ റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ ഓടി നടന്ന് കാല് വേദന കൂട്ടണ്ട. ഇതിപ്പോ കുറച്ചുകൂടെ ഉള്ളൂ, അതോടെ ചെയ്തിട്ട് ഞാൻ പോയിരുന്നു പഠിച്ചോളാം.
അവരോട് സ്നേഹത്തോടെ പറഞ്ഞിട്ട് ബാക്കി തുണികൾ കൂടെ വിരിക്കാൻ തുടങ്ങി അമ്മൂട്ടി. രാഗിണി ഉള്ളിൽ നിറയുന്ന വാത്സല്യത്തോടെ ചുണ്ടിൽ തെളിഞ്ഞ ചിരിയോടെ അവളുടെ പ്രവർത്തികൾ നോക്കി നിന്നു.